ഗോകുലം ഗോപാലനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യൽ 5 മണിക്കൂർ പിന്നിട്ടു. കൊച്ചി ഇ ഡി ഓഫീസിൽ ഉച്ചയ്ക്ക് 12:45 ഗോകുലം ഗോപാലൻ ഹാജരായത്. എന്തിനാണ് വിളിപ്പിച്ചതെന്ന് അറിയില്ലെന്ന് ഗോകുലം ഗോപാലൻ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചിരുന്നു. എമ്പുരാൻ സിനിമയ്ക്ക് ശേഷം വലിയ പരിശോധനകൾ, റെയ്ഡുകളൊക്കെ വരുന്നു. അതിന്റെ ഒരു നടപടി കരുതുന്നുണ്ടോ? അറിയില്ല, എനിക്കതിനെപ്പറ്റൊന്നും അറിയില്ല. നോട്ടീസിൽ എന്താണ് ഐ ഡി പറയുന്നത്? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ കറക്റ്റായിട്ട് സിനിമ വ്യവസായത്തിന് മാത്രം നോക്കിയിട്ടുള്ളൂ. 1.5 കോടി പിടിച്ചെടുത്തു എന്ന് പറയുന്നത് ചുമ്മാ പറഞ്ഞ. റിയ ബേബിയുണ്ട് വിവരങ്ങൾ നൽകാൻ. റിയ, ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. 5 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. എന്തെല്ലാം കാര്യങ്ങൾ ഉന്നമിട്ടുകൊണ്ടാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്? ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? പൂജ, എറണാകുളം MG റോഡിലുള്ള ED ഓഫീസിലേക്കാണ് ഉച്ചയ്ക്ക് 12:45 ഗോകുലം ഗോപാലനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയത്. 5 മണിക്കൂർ പിന്നിട്ട് ആ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചെന്നൈയിലെയും കൊടമ്പാക്കത്തെയും ഗോകുലം ഗ്രൂപ്പിന്റെ ഓഫീസുകളിൽ ED മാരത്തൺ പരിശോധനകൾ നടത്തിയിരുന്നു. 14 മണിക്കൂറിലധികം ആ പരിശോധനകൾ നീണ്ടു. ഗോകുലം ഗോപാലിനെയും വിളിച്ചു വരുത്തി ചെന്നൈയിൽ ED ചോദ്യം ചെയ്തു. അതിന് പിന്നാലെയാണ് കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. 3 ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിരുന്നു. ഒന്ന്, എന്താണ് നോട്ടീസിൽ ED പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ തങ്ങൾക്കൊന്നും അറിയില്ല എന്നതായിരുന്നു ഗോകുലം ഗോപാലിന്റെ മറുപടി. സിനിമ എന്ന വ്യവസായത്തിൽ പ്രവർത്തിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്യുന്നതെന്ന് ഗോകുലം ഗോപാലൻ മറുപടിയായി നൽകുകയും ചെയ്തു. 1 കോടി രൂപ പിടിച്ചെടുത്തു എന്ന വാർത്തയോട് വിശദാംശങ്ങൾ ചോദിച്ചപ്പോൾ അത് ചുമ്മയാണ്, അക്കാര്യം അദ്ദേഹം നിഷേധിക്കുകയും ചെയ്തു. എന്തിനാണ് വിളിപ്പിച്ചെന്ന കാര്യങ്ങൾക്ക് ഒരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് ലഭിച്ചിട്ടില്ല. പക്ഷേ മുൻകാലങ്ങളിൽ, അതായത് 2022 ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ടാണ് ED ഗോകുലം ഗോപാലിനെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തത്. നിക്ഷേപവുമായി ബന്ധപ്പെട്ട് വലിയ തിരിമറി നടത്തിയിട്ടുണ്ടെന്നായിരുന്നു അന്ന് EDയുടെ കണ്ടെത്തൽ. അതുമായി ബന്ധപ്പെട്ട രേഖകളടക്കം ED പരിശോധിച്ചു വരികയായിരുന്നു. പക്ഷേ ഒരു കാലത്തിനപ്പുറം വീണ്ടും ആ വാർത്തകൾ, ആ പരിശോധനകൾ, ആ ചോദ്യം ചെയ്യൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചിരിക്കുന്നു. ഇത് എമ്പുരാന്റെ എഫക്റ്റ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അക്കാര്യമൊന്നും തങ്ങൾക്കറിയില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന മറുപടി നൽകിക്കൊണ്ടാണ് ഗോകുലം ഗോപാലൻ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത്. എന്തായാലും എമ്പുരാന്റെ ഒരു നിർമ്മാതാവ് എന്ന രീതിയിൽ കൂടി ഗോകുലം ഗോപാലനെ ഇതുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും അക്കാര്യങ്ങളിൽ ഒരു പക്ഷേ തിരിച്ചിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം കൂടി പ്രതീക്ഷിക്കുന്നു. എന്തായാലും 5 മണിക്കൂർ പിന്നിട്ട് EDയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. ചെന്നൈയിലെ ഓഫീസുകളിൽ നടത്തിയ പരിശോധനയ്ക്കും ചോദ്യം ചെയ്യലിനും പിന്നാലെയാണ് കൊച്ചിയിലേക്ക് കൂടി വിളിച്ചു വരുത്തിയുള്ള ഈ ചോദ്യം ചെയ്യൽ.